കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞത് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചായിരുന്നു. നമുക്ക് തന്നിട്ടുള്ള സബ്സ്റ്റൻസ് ആസിഡിക് ആണോ ബേസിക് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുക. ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ലിറ്റ്മസ് പേപ്പർ, ടെർമറിക്, ചൈന റോസ്, ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മൾ നോക്കുകയാണ്. ഓരോ ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമ്മൾ നോക്കുന്നത് നാച്ചുറൽ ഇൻഡിക്കേറ്ററായ ലിറ്റ്മസിനെയാണ്. ലിറ്റ്മസ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. അത് ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ കൽപ്പായൽ എന്നൊക്കെ അർത്ഥം. നാച്ചുറലായിട്ടുണ്ടാകുന്നൊരു സാധനമാണ്. നമ്മളെ ഈ കല്ലിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം പായലുകളുണ്ട്. കുളത്തിൽ അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പായലാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഇതിനെ വേർതിരിച്ചെടുക്കുന്നത്. ഇറ്റ് ഹാസ് എ പേർപ്പിൾ കളർ ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ. നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഇതിനെ ലയിപ്പിച്ചാൽ നമുക്കൊരു പേർപ്പിൾ കളറാണ് കിട്ടുക. വെൻ ആഡഡ് ടു ആൻ ആസിഡിക് സൊല്യൂഷൻ, ഒരു ആസിഡിക് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ടേൺസ് റെഡ്. ആൻഡ് വെൻ ആഡഡ് ടു ബേസിക് സൊല്യൂഷൻ ഇറ്റ് ടേൺസ് ബ്ലൂ. നമ്മളിതിനെ ആസിഡിക് സൊല്യൂഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡായി മാറും. ബേസിക് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ആയി മാറും. ജനറലി ഇറ്റ് ഈസ് അവൈലബിൾ ആസ് റെഡ് ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. നമ്മളിതിനെ ഈ ലൈക്കൻസിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന കളർ, ആ കളർ നമ്മൾ പേപ്പറിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ബ്ലൂ ലിറ്റ്മസും റെഡ് ലിറ്റ്മസും നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു സാധനം ആസിഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂ ലിറ്റ്മസ് എടുക്കണം. ബ്ലൂ ലിറ്റ്മസ് ആസിഡിൽ മുക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളർ റെഡായിട്ട് മാറും. ഇനി ഒരു വസ്തു ബേസ് ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് റെഡ് ലിറ്റ്മസ് ആണ് ആവശ്യം. റെഡ് ലിറ്റ്മസ് ബേസിൽ മുക്കിക്കഴിഞ്ഞാൽ അത് ബ്ലൂ ആയി മാറും. മനസ്സിലായല്ലോ? അപ്പോൾ ബ്ലൂ ലിറ്റ്മസ് ആസിഡിൽ മുക്കിക്കഴിഞ്ഞാൽ റെഡായി മാറും. റെഡ് ലിറ്റ്മസ് ബേസിൽ മുക്കിക്കഴിഞ്ഞാൽ അത് ബ്ലൂ ആയിട്ട് മാറും. അപ്പം നമുക്ക് ഈ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിലുള്ളൊരു വഴിയുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണെന്നാൽ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഒരു വെള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മുടെ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ എടുക്കുക. ചുവപ്പ് കളറിലാണ്. അതെടുത്തിട്ട് ഒരു പേപ്പറിൽ നന്നായിട്ട് ഉരസുക. ഓക്കെ, പേപ്പറിൽ ഞാൻ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പറിൻ്റെ കളർ ബ്ലൂ ആയിട്ട് മാറും. ചെമ്പരത്തിപ്പൂവ് ഒരു പേപ്പറിൽ ഉരതി കഴിഞ്ഞാൽ വൈറ്റ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറും. അതാണ് ബ്ലൂ ലിറ്റ്മസ്. ശേഷം നമുക്ക് അതിൽ കുറച്ച് ആസിഡ് സുർക്കുണ്ടെങ്കിൽ അത്, ചെറുനാരങ്ങ നീരാണെങ്കിൽ അത്, എന്തെങ്കിലും അതിൽ കുറച്ചായി കഴിഞ്ഞാൽ ഈ ബ്ലൂ ലിറ്റ്മസ് റെഡായി മാറും. അതാണ് റെഡ് ലിറ്റ്മസ്. ആ റെഡ് ലിറ്റ്മസിന് നമ്മൾ കുറച്ച് സോപ്പാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളർ വീണ്ടും ബ്ലൂ ആയി മാറും. നമുക്ക് ഏതെങ്കിലും ഒരു കളർ ലിറ്റ്മസ് മതി, നമുക്ക് അത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ലിറ്റ്മസ് പേപ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ? നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ലാബിലേക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുക. ലിറ്റ്മസ് പേപ്പർ നമ്മൾ അതേപോലെ വാങ്ങിക്കുകയാണ് ചെയ്യുക. ഈ ലിറ്റ്മസ് പേപ്പർ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന വഴിയാണ് ഇപ്പോൾ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ചെമ്പരത്തിപ്പൂ എടുക്കുക, വെള്ള പേപ്പറിൽ ഉരതി കഴിഞ്ഞാൽ അത് ബ്ലൂ കളറായി, നീല കളറായി മാറും. അതാണ് ബ്ലൂ ലിറ്റ്മസ്. അത് നമ്മൾ ആസിഡിൽ മുക്കി കഴിഞ്ഞാൽ റെഡായി മാറും. അതാണ് റെഡ് ലിറ്റ്മസ്. ഒരു ടെസ്റ്റ്, നമ്മൾ കുറേ ടെസ്റ്റ് പറയുന്നത് ടാപ്പ് വാട്ടർ നമ്മൾ ലിറ്റ്മസ് പേപ്പറിലുള്ള എഫക്റ്റാണ്. റെഡിലും ബ്ലൂവിലുള്ള എഫക്റ്റാണ്. അപ്പോൾ റെഡിലും ബ്ലൂവിലും ഒരു ചേഞ്ചും വന്നിട്ടില്ല എങ്കിൽ അത് ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ടാപ്പ് വാട്ടർ, നമ്മൾ സാധാ വെള്ളം, അത് ന്യൂട്രലാണ്. അതേസമയം ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ ബേസിക് ആണ്. അരിറ്റഡ് ഡ്രിങ്ക്, നമ്മളെ സോഡ അതേപോലെ സാധനം അസിഡിക് ആണ്. സോപ്പ് സൊല്യൂഷൻ ബേസിക് ആണ്. അതേപോലെ ഷാമ്പു അസിഡിക് ആണ്. ഇങ്ങനെ നമ്മൾ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയും. അസിഡിക് ഉണ്ടാവും, അതേപോലെ തന്നെ ബേസിക് സൊല്യൂഷൻസ് ഉണ്ടാവും. അത് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. മറ്റൊരു ഇൻഡിക്കേറ്ററാണ് ടെർമറിക്. എന്താ ടെർമറിക് എന്ന് പറഞ്ഞാൽ? മഞ്ഞൾ അല്ലേ? നമ്മളെ വീട്ടിലേക്ക് കാണുന്നതാണ് മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ടെർമറിക് നിങ്ങൾ ഫീൽ ചെയ്ത സാധനമായിരിക്കും. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ കറി നമ്മളുടെ ഡ്രസ്സിലാവും. വൈറ്റ് ഡ്രസ്സാണെങ്കിൽ അവിടെ അടയാളം ഉണ്ടാവും അല്ലേ? ഏത് കളറിലാണ് ഉണ്ടാവും അടയാളം?
മഞ്ഞ കളറിലായിരിക്കും. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ കറിയിലും മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞളിൻ്റെ മഞ്ഞ കളറായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഡ്രസ്സ് അലക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, ഈ മഞ്ഞ കളറുള്ള സ്ഥലത്ത് സോപ്പായി കഴിഞ്ഞാൽ അവിടെ ചുവപ്പ് കളറായി മാറും, റെഡ് കളറായിട്ട് മാറും. ഇങ്ങനെ ഇതുവരെ ഫീൽ ചെയ്യാത്ത ആളുകളുടെ വീട്ടിൽ നിന്ന് ഒരു വെള്ള ഡ്രസ്സിൻ്റെ ഒരു പീസ് എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ച് നോക്കുക. അപ്പോൾ അവിടെ മഞ്ഞ കളറാവും. ശേഷം അവിടെ സോപ്പ് ഒഴിച്ചാൽ മതി. സോപ്പ് സൊല്യൂഷനായി കഴിഞ്ഞാൽ അത് റെഡ് കളറായിട്ട് മാറും. അതുകൊണ്ട് ആ സോപ്പ് കഴുകി കഴിഞ്ഞാൽ അത് മഞ്ഞ കളർ തന്നെ ആവും. അതായത് ടെർമറിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഞ്ഞൾ എന്ന് പറയുന്ന സാധനം ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്, ഒരു പ്രകൃതിദത്തമായൊരു ഇൻഡിക്കേറ്ററാണ് മഞ്ഞൾ. മഞ്ഞൾ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിയാം ഒരു സാധനം ബേസാണോ അല്ലേ എന്നുള്ളതാണ്. ഒരു സാധനം ബേസാണോ അല്ലേ എന്ന് നമുക്ക് മഞ്ഞൾ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. എന്നാൽ ഒരു സാധനം ആസിഡ് ആണോ അല്ലേ എന്ന് നമുക്ക് മഞ്ഞൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. മഞ്ഞൾ എന്ന് പറയുന്നൊരു ബേസിൻ്റെ ഇൻഡിക്കേറ്ററാണ്. മഞ്ഞളിൻ്റെ കളറ്, നാച്ചുറലായിട്ട് മഞ്ഞളിനുള്ള കളറ് മഞ്ഞ കളറാണ്, യെല്ലോ കളറാണ്. അതിൽ ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡായി മാറും, ചുവപ്പ് കളറായിട്ട് മാറും. അതാണ് ഒരു സാധനം ബേസ് ആണോ അല്ലേ എന്നറിയാനുള്ള ടെസ്റ്റ്. കുറച്ച് മഞ്ഞൾ എടുക്കുക, അതിൽ ഈ ബേസ് നമുക്ക് തന്നിട്ടുള്ള സൊല്യൂഷൻ ആഡ് ചെയ്ത് നോക്കുക. ആ മഞ്ഞളിൻ്റെ കളർ മഞ്ഞ മാറി ചുവപ്പാവുന്നുണ്ടെങ്കിൽ അത് ബേസ് ആണെന്നർത്ഥം. അല്ലെങ്കിൽ അത് ഒന്നുകിൽ ആസിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂട്രൽ സൊല്യൂഷൻ ആവാം. മനസ്സിലായല്ലോ? ഇപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്, പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു എക്സ്പെരിമെൻറ്റ് കൂടെയാണ്. ടു യൂസ് ടർമറിക് ആസ് ആൻ ഇൻഡിക്കേറ്റർ, it is generally mixed with water to form a paste, which is then put on blotting paper and dried to form thin strip of turmeric paper. അപ്പോൾ നമ്മൾ പരീക്ഷണം നടത്താൻ വേണ്ടി പറയുന്ന ആദ്യമാണ് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും എടുത്ത് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. എന്നൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒരു പേപ്പറിന് മുകളിലത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മഞ്ഞ കളറുള്ള ഒരു പേപ്പർ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഉണക്കി എടുത്ത് വെക്കാം. എന്നിട്ട് ഒരു എന്താ പറയുക, ബേസിക് സൊല്യൂഷൻ ഇതിൽ ആഡ് ചെയ്ത് നോക്കാം. സാധാരണ ഇതിൽ നമ്മൾ ഇതേപോലെ നമ്മളൊരു പേപ്പറിൽ മഞ്ഞൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മഞ്ഞ കളറുള്ള ഒരു പേപ്പർ ഉണ്ടാക്കുക. ശേഷം നമ്മൾ ഒരു സോപ്പ് സൊല്യൂഷൻ കലക്കി വെച്ചിട്ട് അതിലെന്തെങ്കിലും ഒരു ചെറിയ സാധനം, എന്തെങ്കിലും ഒരു ചെറിയ പെണ്ണ് പോലത്തെ എന്തെങ്കിലും സാധനം കുത്തിയിട്ട് നമ്മൾ ഇതിലിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ചുവപ്പ് കളറിലുള്ള ചിത്രം നമുക്ക് വരയ്ക്കാൻ കഴിയും. ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് ചുവപ്പ് ആഡ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സോപ്പ് എടുത്തിട്ട് അതിൽ ഒരു മഞ്ഞൾ എടുത്തിട്ട് വരതിയാലും മതി, അവിടെ ചുവപ്പ് കളറായിട്ട് മാറുന്നത് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ആസിഡാണ് ബേസാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നമുക്ക് മഞ്ഞൾ ഉപയോഗിച്ചിട്ട് കഴിയും. ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ് ടു ഡിറ്റർമൈൻ ബേസ്. ടർമറിക് ഉപയോഗിച്ചിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് നോ ചേഞ്ചാണ്, ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അത് അസിഡിക് ഓർ ന്യൂട്രലാണ്. നേരത്തെ നമ്മൾ ലിറ്റ്മസ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ബ്ലൂ ലിറ്റ്മസും റെഡ് ലിറ്റ്മസും ഉപയോഗിച്ചിട്ട് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് രണ്ടും നമുക്ക് നോക്കാമായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് ബേസ് ആണോ അല്ലേ എന്ന് മാത്രമേ നോക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലെമൺ ജ്യൂസ് ടർമറിക്കിന് ആഡ് ചെയ്തിട്ട് കളർ ചേഞ്ച് ഇല്ല എന്നതുകൊണ്ട് നമുക്കത് ബേസ് അല്ല എന്ന് ഉറപ്പിക്കാം. എന്നാൽ ആസിഡോ അല്ലെങ്കിൽ ന്യൂട്രൽ ആവാം. ഓറഞ്ച് ജ്യൂസ് അതേപോലെ വിനെഗറൊക്കെ എന്തെല്ലാം ബേസ് അല്ല. അതായത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ, ബേക്കിംഗ് സോഡ, ലൈം വാട്ടർ ഇതൊക്കെ ബേസാണ്. ഷുഗർ ബേസ് അല്ല, അതേപോലെ കോമൺ സാൾട്ടും ബേസ് അല്ല. ഈ ബേസ് ടർമറിക്കിനോട് ആഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ കളർ ചേഞ്ച് കാണാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് ഇൻഡിക്കേറ്ററുകളാണ് പഠിച്ചത്. ഒന്ന് ലിറ്റ്മസ് പേപ്പറും മറ്റൊന്ന് ടർമറിക്കും. ഈ രണ്ട് ഇൻഡിക്കേറ്ററും നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ആ റിസൾട്ട്, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള റിസൾട്ട് ഈ വീഡിയോയിൽ കമൻ്റായിട്ട് ഇടണം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്നുള്ളത്, നിങ്ങൾ ചെയ്ത ആ വീഡിയോ, നിങ്ങൾ ചെയ്ത പരീക്ഷണം എന്താണോ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കമൻ്റായിട്ട് ഇടണം.